ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിലുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് കൂടുതലായും പ്രകാശനം ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി കേരളത്തിൽ നിന്നെത്തിയ ഒരു കൂട്ടം വീട്ടമ്മമാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 വീട്ടമ്മമാരുടെ പുസ്തകങ്ങളാണ് ഷാർജയിൽ പ്രകാശനം ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആസ്ഥാനമായ പെണ്ണില്ലം എന്ന കൂട്ടായ്മയായിരുന്നു പുസ്തക പ്രകാശനത്തിന് പിന്നിൽ. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ചരിത്രം രചിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള വനിതകളുടെ കൂട്ടായ്മയായ പെണ്ണില്ലം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 വനിതകൾ എഴുതിയ 62 പുസ്തകങ്ങളാണ് ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. എഴുത്തിനെ സ്നേഹിക്കുന്ന വനിതകളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പെണ്ണില്ലത്തിൽ നിന്നായിരുന്നു തുടക്കം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആസ്ഥാനമായാണ് പെണ്ണില്ലം രൂപവൽക്കരിച്ചത്. കൂട്ടായ്മയെ പറ്റിയുള്ളൊരു തുടക്കം എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണിത് ആരംഭിച്ചിട്ടുള്ളത്. ഇരിട്ടിയിൽ ഒരു ജീവിത പരിസരങ്ങളിലുള്ള ഇരിട്ടി ഏരിയയിലുള്ള ഒരു സാധാരണ ലെവലിലുള്ള കുറച്ച് എഴുത്തുകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സാരഥിയായ ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറിയായ രാജി അരവിന്ദ് മാം തുടങ്ങി വെച്ച താച്ചി എന്നു പേരുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളിലെ എഴുതാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കണമെന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഇത് തുടങ്ങിയത്. ആദ്യ പുസ്തകം കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കി. അന്ന് 40 പേരായിരുന്നു കൂട്ടായ്മയിൽ. പിന്നെ അത് വളർന്നു. അതോടെ 4ാമത്തെ എഴുത്തു സംരംഭത്തിന്റെ പ്രകാശനം ഷാർജ പുസ്തകോത്സവത്തിൽ എന്ന സ്വപ്നത്തിലേക്ക് എത്തുകയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വനിതാ കൂട്ടായ്മ ഉണ്ടാക്കി. ആ വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ താച്ചി എന്നൊരു വനിതാ സംഘടന ഉണ്ടാക്കി, ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ താച്ചിയിലൂടെ ഒരു വനിതാകളുടെ ഒരു കവിതാ സമാഹാരം ഉണ്ടാക്കി. അതിൽ ആത്മകഥാംശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പ്രകാശനം തൃശ്ശൂർ സാഹിത്യ അക്കാദമി വെച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ 29 നടത്തി. അതിൻ്റെ ഒരു ആവേശം ആ പുസ്തകം ജനങ്ങളിലേക്ക്, ആ പുസ്തകത്തിൻ്റെ പേരാണ് പെണ്ണില്ലം. താച്ചി എന്നുള്ള വാട്സപ്പ് കൂട്ടായ്മ എടുത്ത പുസ്തകത്തിൻ്റെ പേര് പെണ്ണില്ലം. ആ പെണ്ണില്ലം എന്നുള്ള വാക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങി. ഞങ്ങളുടെ പ്രവർത്തകർക്കും വളരെ ആവേശകരമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പുസ്തകങ്ങൾക്കും നമ്മുടെ സംഘടനയ്ക്ക് തന്നെ പെണ്ണില്ലം എന്നുള്ള പേര് കൊടുത്തു. വീട്ടമ്മമാരും സാധാരണ തൊഴിലെടുക്കുന്നവരും തൊട്ട് PhD-ക്കാർ വരെ പെണ്ണില്ലത്തിൽ അംഗങ്ങളാണ്. പലരും ഒന്നിലേറെ പുസ്തകങ്ങൾ എഴുതിയവരുമാണ്. പരസ്പരം കാണാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 പേരും ഒരേ മനസ്സോടെ ചിന്തിച്ചതുകൊണ്ടാണ് 62 പുസ്തകങ്ങൾ എന്ന ആശയത്തിലെത്തിയത്. പറ്റും ഇത്ര 71 ദിവസത്തിനുള്ളിൽ പരസ്പരം കാണാത്ത ഇത്രയും എഴുത്തുകാരികളുടെ 3 പുസ്തകം ഇറക്കാം. അതിൻ്റെ പ്രസാധകർ വേറെയായിരുന്നു. ഇറക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിംഗിളായിട്ട് ഓരോരുത്തരുടെയും സൃഷ്ടികൾ ഇറക്കിക്കൂടെ? കാരണം അതിൽ പലരും, ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രം എഴുതുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. ഞാനടക്കം പുസ്തകമൊന്നും ഇറക്കിയിട്ടില്ല. പകുതിയിലേറെ പേരും ആദ്യമായിട്ട് പുസ്തകം ഇറക്കാൻ, അല്ലെങ്കിൽ അതുവരെ പുസ്തകമൊന്നും സ്വന്തമായൊരു പുസ്തകം ഇറക്കിയിട്ടില്ലാത്തവരാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50-ൽ നിന്ന് നമുക്കിത് 60 എഴുത്തുകാരികളുടെ 60 പുസ്തകങ്ങൾ എന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. അത് പുറത്തുള്ളൊരു പ്രസാധകൻ വേണ്ട, നമുക്ക് തന്നെ പബ്ലിക്കേഷൻ രംഗത്തേക്ക് വരണം. അതിന് ആദ്യം ചെയ്തത് പെണ്ണില്ലം വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് പെണ്ണില്ലം എഴുത്തിടം എന്ന പേരിൽ ഒരു ലിറ്റററി അസോസിയേഷനായിട്ട് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. പബ്ലിക്കേഷനായിട്ട് രജിസ്ട്രേഷൻ എടുത്തു. ISB അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു വെച്ചു. ഈ മാർച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും കൊടുത്തു, പ്രൊപ്പഗാൻഡ കൊടുത്തു. നമ്മൾ ഇൻഡിവിജ്വൽ പുസ്തകങ്ങൾ ഇറക്കാൻ പോകുന്നു, എല്ലാവരും എഴുതിക്കോളൂ. വിഷയം എന്ത് വേണം, എന്തും ആവാം, കഥയോ കവിതയോ അങ്ങനെ എന്തും. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ പബ്ലിഷിംഗ് രംഗത്തേക്ക് വരുന്നത്. അതിന് അവർക്കൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂൺ 30-നകം രചനകൾ അയച്ചു തുടങ്ങണം. പറഞ്ഞതുപോലെ തന്നെ ജൂൺ 30-നകം രചനകൾ കിട്ടി. ഞങ്ങൾക്കൊരു ഒക്ടോബറിൽ മധ്യത്തോട് കൂടിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി.
കഥ, കവിത, നോവൽ, യാത്രാവിവരണം, ജ്യോതിഷം, പാചകം, ആയുർവേദം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ എഴുത്തുകളാണ് പെണ്ണില്ലം പുസ്തകങ്ങളാക്കിയത്. ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ കൊല്ലം മുതൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഷാർജ ഫെസ്റ്റിവൽ. അതിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് വലിയൊരു ഇതുപോലെ പല നാടുകളിൽ നിന്നുള്ള വൈബ്രൻ്റായിട്ട് കുറേ മനുഷ്യരെ കാണാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും ഉണ്ട്. അവിടെയൊക്കെ പുറത്ത് സ്റ്റാളുകളിൽ പോയപ്പോൾ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, പുറത്ത് എത്രയോ നാടുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, വിവിധ തരത്തിലുള്ള. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് കുട്ടികളെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വായന. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. ഇന്ന് ഏറ്റവും അധികം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷനിൽ വരുന്ന കുട്ടികൾ വായനയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ അത് ഷാർജേൻ്റെ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. വളരെ വളരെ ഒരു നല്ല കാര്യമാണ്. ഇത് എല്ലാ രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ സ്വന്തം രചനകൾ പ്രകാശിപ്പിക്കാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. വീട്ടുകാരുടെയും നല്ല പാതികളുടെയും പൂർണ്ണ പിന്തുണയാണ് ഇവിടെ വരെ എത്താൻ സഹായിച്ചതെന്ന് പറയുമ്പോൾ നിറഞ്ഞ അഭിമാനം. ഷാർജയിൽ വരാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പുസ്തകങ്ങളെ കൂട്ടുപിടിക്കുക, പുസ്തകങ്ങളുടെ കൂടെ നിൽക്കുക എന്നത്. അപ്പോൾ ഇവിടെ എത്താനിടയായ സാഹചര്യം വളരെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അമ്മ വയ്യാത്തയാണ്, 2 ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂള് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടീവായി. കുട്ടികളൊക്കെ, എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ പറയും, ടീച്ചർ പോയിക്കോളൂ, നമ്മളൊക്കെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ ഒരു സന്തോഷ നിമിഷം. പെണ്ണില്ലം എഴുത്തിടം എന്ന പേരിൽ ഒരു പബ്ലിക്കേഷൻസും പെണ്ണില്ലം എന്ന പേരിൽ ഒരു വാട്സപ്പ് റേഡിയോയും ഇവർക്കുണ്ട്. എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആർക്കും പെണ്ണില്ലത്തെ സമീപിക്കാമെന്ന ഉറപ്പും ഇവർ നൽകുന്നു. മനസ്സിലാക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ ഇടതോ വലത് അങ്ങനത്തെ ഒരു വ്യത്യാസം ഇതിനകത്തല്ല. അത് അവരുടെ ആ വഴിക്ക്. ഇതിനകത്തൊരു ഈ ഗ്രൂപ്പിന് കർശനമായ നിർദ്ദേശവും തീരുമാനം എടുത്തിട്ടാണ് ഈ ഗ്രൂപ്പ് പോകുന്നത്. ഞാൻ അതിൻ്റെ എഡിറ്ററാണ്, ഗ്രൂപ്പിൻ്റെ അഡ്മിനുമാണ്. ഒരാളെ പോലും ഞാൻ പുറത്തൊരു അഡ്മിനായിട്ട് വെച്ചിട്ടില്ല. അത് കാര്യം ഇത് സംഘടിപ്പിച്ച ആളെന്നുള്ള നിലയിൽ ഇതിനകത്ത് അറിയാലോ, പിന്നെ പല വിഭാഗത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതിനകത്ത് ചില ആശയപ്പെടും. എൻ്റേതായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. ഞാൻ ഒരാൾക്കും പിന്നെ അങ്ങനെ ഒരാളുടെ തീരുമാനത്തിൽ നിൽക്കില്ല. അടിയുറച്ച തീരുമാനം ഞാൻ എടുക്കുന്നത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും, അവരുടെ തീരുമാനത്തോടെ നടപ്പാക്കും. ഇതിനകത്ത് രാഷ്ട്രീയ ചവ പാടില്ല, അനാവശ്യമായ ഡയലോഗ് വരാൻ പാടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് കട്ടാക്കും. ഞങ്ങളൊരു റേഡിയോ കൂടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ സാധാരണ പെണ്ണില്ലം റേഡിയോ എന്നുള്ളൊരു റേഡിയോ കൂടി ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ 6:45 തൊട്ട് 9 വരെയുള്ള റേഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ റേഡിയോയിൽ പിന്നെ പ്രാദേശിക വാർത്ത അടക്കം നമ്മൾ 9 മണിക്ക് ബൈക്കപ്പ് ചെയ്യുന്ന രീതിയിൽ കൂടെയാണ്. നാളെയുടെ എഴുത്തിന്റെ ഭാവി ശോഭനമാണെന്ന പ്രതീക്ഷയാവുകയാണ് പെണ്ണില്ലം. ഇടവേളയ്ക്ക് ശേഷം നമസ്തേ തുടരും.